ഇതാണ് നമ്മളുടെ ZH എന്ന് പറഞ്ഞ മോഡൽ. നമുക്ക് 1 ഇയർ വാറൻറ്റിയോട് കൂടി വരുന്ന മെഷീനാണിത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളെ കുറേ കൂടി അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്തായിട്ട് നമുക്ക് കാട്രിഡ്ജിനെ നമുക്ക് റിലീസ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ബട്ടൺ അമർത്താം. നമുക്കിതുപോലെ മാറ്റേഴ്സ് ഇതിനകത്ത് കിട്ടും. അതിനകത്ത് നമുക്ക് ഒത്തിരി പ്രോഗ്രാംസ് വേണമെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായി ഇതിപ്പോൾ നമ്മൾ ഡോട്ടഡ് ലെറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഡോട്ടഡ് ലെറ്റേഴ്സ് വെച്ച് എങ്ങനെയാണ് പ്രിൻ്റ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രിൻ്റ് ഓപ്ഷനിലേക്ക് പോവാം, സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗച്ചിനെ പ്ലേസ് ചെയ്യുക. പൗച്ചിൻ്റെ പുറത്ത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഈ പൗച്ചിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഡോട്ടഡ് ലെറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, പ്രോപ്പറായിട്ട് നമുക്ക് ഡോട്ടഡ് ലെറ്റേഴ്സിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മാറ്ററുകൾ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ബാർകോഡ്, QR കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു QR കോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാർകോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെറ്റ് ചെയ്യുക, പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മാറ്റർ ഡോട്ടഡ് ലെറ്റേഴ്സ് നമുക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ QR കോഡ് വന്നിട്ടുണ്ട്, ബാർകോഡ് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രോഡക്ട്സിലേക്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് ബോട്ടിൽസിനകത്തൊന്ന് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത്. ഇതിന് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്കിതിൻ്റെ ഈ ഗൈഡറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ സർഫസുകളിൽ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഗൈഡർ പ്ലേസ് ചെയ്യുക, ഇത് വയ്ക്കുക. ഇതുപോലെ നമ്മളുടെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറത്തുള്ള QR കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെയിം തന്നെ നമുക്ക് മെറ്റൽ ക്യാപ്പിനകത്ത് ഗൈഡർ പ്ലേസ് ചെയ്യുക. ഇതുപോലെ നമ്മളുടെ മാറ്റർ പ്രിൻ്റായി. അതേപോലെ QR കോഡും ഇതിനകത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മെറ്റൽ സർഫസിലാവട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലാവട്ടെ, അതുമല്ലെങ്കിൽ നമ്മളുടെ പൗച്ചസിനകത്താവട്ടെ, ഇങ്ങനെ മുതലായ ഏത് സർഫസിലും നമുക്ക് ഈ മെഷീൻസ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം കാട്രിഡ്ജ് റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ മെഷീൻ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനുശേഷം നമ്മളുടെ പ്രോപ്പറായിട്ട് കാട്രിഡ്ജ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ കാട്രിഡ്ജിലെ സോൾവെൻറ്റ് വേപ്പർ ആവുകയും കാട്രിഡ്ജ് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാട്രിഡ്ജ് പ്രോപ്പറായിട്ട് സേഫായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം റിലീസ് ചെയ്യുക.